പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. അന്തർദേശീയ മനുഷ്യാവകാശ സംരക്ഷണ സംഘടന എന്ന നൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അതിൻ്റെ മനുഷ്യാവകാശ സംരക്ഷണ പദ്ധതികളുടെ പ്രോഗ്രാംസിൻ്റെ കൂട്ടത്തിൽ വിധവകളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ഒരു ഉപസംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ വിഡോസ് ആൻഡ് ഫീമെയിൽ ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് ആ സംഘടനയുടെ പേര്. വിധവകളുടെയും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെയും ക്ഷേമത്തിനായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ സംഘടന സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ സംഘടനയുടെ പ്രവർത്തനം ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്തിലെ കുറേ വിധവകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് പോരുവഴി പഞ്ചായത്തിലെ തന്നെ ശ്രീമതി തിലകമ്മ, ഒപ്പം അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായ ശ്രീമതി ലത എന്നിവരാണ്. അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീമതി തിലകമ്മയുടെ വീട്ടിൽ വെച്ച് വിധവകളുടെ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. അന്തർദേശീയ മനുഷ്യാവകാശ സംരക്ഷണ ചെയർമാൻ ശ്രീ PS ശ്രീകുമാരൻ അധ്യക്ഷനായിരുന്നു. ബഹുമാനി പൊതുപ്രവർത്തകൻ ആയ ശ്രീ ഷാജിയും ശ്രീമതി തിലകമ്മയും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി ലതയും പിന്നെ ഒട്ടനവധി വിധവകളും അതിൽ പങ്കെടുത്തു. വിധവകൾക്ക് വേണ്ടി ചെയ്യാവുന്ന ചെറിയ ചെറിയ കൈത്തൊഴിലുകളും ചെറിയ ചെറിയ സേവന പദ്ധതികളും എങ്ങനെ ആവിഷ്കരിച്ച് നടപ്പാക്കാം, അതിലൂടെ അധികമായ ശാരീരിക ക്ലേശമില്ലാതെ പ്രായമായ വിധവകൾക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് സംഘടന ചർച്ച ചെയ്തത്. കൂടുതൽ അംഗങ്ങളുടെ പ്രാതിനിധ്യത്തോടുകൂടി ഉടനെ തന്നെ മറ്റൊരു യോഗം കൂടാം എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. പലവിധ പദ്ധതികളും ചർച്ചയ്ക്ക് വന്നു. കൗൺസിലിംഗ്, ഒപ്പം മാർഗനിർദ്ദേശങ്ങൾ, അതുപോലെ വിധവകളുടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, ഇതെല്ലാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സംഘടനയുടെ അംഗങ്ങളാകുന്ന വിധവകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒക്ടോബർ മാസം 13-ാം തീയതി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. സൗജന്യമായ പരിശോധനകളും മറ്റും അവിടെ ലഭ്യമാണ്. വിവിധ പരിപാടികളും വിപുലങ്ങളായ പരിപാടികളുമാണ് സംഘടന ആവിഷ്കരിച്ചു വരുന്നത്. പോരുവഴി പഞ്ചായത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സംഗതി അവിടുത്തെ മലനടയിലെ ദുര്യോധന ക്ഷേത്രമാണ്. പോരുവഴിക്കാർ അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന ദുര്യോധനൻ്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പോരുവഴിയിലെ മലനട ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത്. വളരെയധികം ഭക്തജനങ്ങൾ ഒത്തുകൂടുന്ന പ്രദേശമാണ്. മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് വളരെ വേഗം തന്നെ ഫലം കിട്ടുന്ന ക്ഷേത്രം കൂടിയാണ് പോരുവഴി മലനട ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ ഭക്തർ പറയുന്നത്. കള്ളും ഒപ്പം കരിങ്കോഴിയും ഉണ്ണിയപ്പവും ഒക്കെ ഇവിടെ നിവേദ്യ വസ്തുക്കളായും നേർച്ച വസ്തുക്കളായും സമർപ്പിക്കപ്പെടുന്നുണ്ട്. വൻപിച്ച ജനാവലി എപ്പോഴും പോരുവഴി ക്ഷേത്രത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ മലനട ക്ഷേത്രം ഉൾപ്പെട്ട് വരുന്നതാണ് പോരുവഴി പഞ്ചായത്ത്. ഇന്നത്തെ ഈ മീറ്റിംഗ് പോരുവഴി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ശ്രീമതി തിലകമ്മ, പൊതുകാര്യ പ്രസക്തയായി ഈ 63-ാം വയസ്സിലും പ്രവർത്തിക്കുന്ന ശ്രീമതി തിലകമ്മ നമ്മളോടൊപ്പം 2 വാക്കുകൾ സംസാരിക്കും. ശ്രീമതി തിലകമ്മ, നമസ്തേ. നമസ്തേ. ഇന്ന് എന്ത് മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത്? പോരുവഴി പഞ്ചായത്തിൻ്റെ വിധവകളുടെ ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത്. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെയും മെഡിക്കൽ ക്യാമ്പിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇത് വിധവകൾക്ക് ക്ഷേമ പരിപാടികളെന്ന് പറഞ്ഞു. സൗജന്യ മെഡിക്കൽ ക്യാമ്പാണോ ഉദ്ദേശിക്കുന്നത്? സൗജന്യ മെഡിക്കൽ ക്യാമ്പും അവർക്ക് ഒരു മറ്റു വരുമാന മാർഗങ്ങൾ കിട്ടാൻ പറ്റുമോ? മറ്റു വരുമാന മാർഗങ്ങളെന്ന് വെച്ചാൽ കൃഷിയൊക്കെയാണോ? അത് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഓക്കെ. സൗജന്യമായി സർക്കാർ സഹായങ്ങളൊക്കെ ലഭിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കും.
സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ നേടി സഹായങ്ങൾ വിധവകൾക്ക് ഒരുപാട് ഉണ്ടെന്നാ അറിഞ്ഞു. അതെല്ലാം നേടിയെടുക്കാനായിട്ട് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്തായാലും ലതയുടെയും ശ്രീമതി തിലകമ്മയുടെയും ശ്രമങ്ങൾ പൂർണ്ണമായും ഫലവത്താകട്ടെ എന്ന് പൊളിറ്റിക്സ് കേരള ആശംസിക്കുന്നു. നമ്മളിപ്പോൾ പോരുവഴി മലനട പ്രശസ്തമായ മലനട ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പോരുവഴി പഞ്ചായത്തിലാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി ലത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലത നമ്മോടൊപ്പമുണ്ട്. ഒരു മീറ്റിംഗ് വേദിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. മാഡം ലത, മാഡം ഏത് പഞ്ചായത്തിലെ മെമ്പറാണ്? ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. ഏത് ഡിവിഷനിലാണ്? പോരുവഴി 3 ഡിവിഷൻ. പോരുവഴി 3 ഡിവിഷൻ. ഇവിടെയല്ലേ പ്രസിദ്ധമായ മലനട ദുര്യോധന ക്ഷേത്രം? അതെ സർ. ഇവിടെ ഇപ്പോഴെന്ത് മീറ്റിംഗ് ആണ് ഈ നടക്കുന്നത്? മനുഷ്യാവകാശ സംഘടനയുടെ കീഴിൽ വിധവകൾക്കായി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന യോഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളും നടക്കുന്നതിനെക്കുറിച്ച് ഉള്ളൊരു മീറ്റിംഗ് കൂടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതായത് മനുഷ്യാവകാശ സംഘടനയുടെ കീഴിൽ, അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ വിഡോസ് ആൻഡ് ഫീമെയിൽ ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണല്ലോ ആ സംഘടനയുടെ പേര്. അതെ. അപ്പോൾ ആ സംഘടനയുടെ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ മീറ്റിംഗ് നടത്തുന്നുണ്ടോ? അതെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പഞ്ചായത്തുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഡത്തിന് ഇനി എത്ര വർഷം കൂടി ഉണ്ട് ഈ പഞ്ചായത്ത്? എനിക്കിനി 2.5 മാസം കൂടിയേ ഉള്ളൂ. 2.5 മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവും. വീണ്ടും സ്ഥാനാർത്ഥിത്വം ഉറപ്പാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ പാർട്ടിയുമായിട്ടുള്ള ആലോചനയിലാണ്. അപ്പൊ ഇത് മാഡം സ്വന്തം കഴിവില് പ്രവർത്തിക്കുന്നതാണ് അല്ലേ? മാഡത്തിനോടൊപ്പം ഇതിന്റെ സഹായിയായി നിൽക്കുന്ന ആളാരാണ്? നമ്മുടെ വാർഡിനെ പ്രതികരിച്ച് തിലകമ്മ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ അനേകം വിധവകളുണ്ട്. ഓക്കെ, നന്ദി മാഡം. ഓക്കെ, താങ്ക് യു.